കല്യാണത്തിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. തലേ ദിവസത്തെ ഫംഗ്ഷൻ കഴിവതും ഒരു ദിവസം മുന്നേ ചെയ്യാൻ നിങ്ങൾ നോക്കണം. അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ചെയ്യുന്ന ഫംഗ്ഷന് ബ്രൈഡിനെ നിങ്ങൾ ഒരു 10-10:30 നിങ്ങൾ ഉറക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ചില ബ്രൈഡിന് രാവിലെ എഴുന്നേൽക്കേണ്ടി വരും, രാവിലെ 3 മണിക്ക്, 4 മണിക്ക്, 5 മണിക്ക് ഇങ്ങനെയൊക്കെ എഴുന്നേൽക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഉറക്കം ശരിയല്ലെങ്കിൽ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കൊച്ചിന് തലകറക്കം വരും, ഛർദ്ദിൽ വരും, വൊമിറ്റിംഗ് ടെൻഡൻസി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഫംഗ്ഷൻ എല്ലാം തലേ ദിവസത്തെ ഫംഗ്ഷൻ എല്ലാം നേരത്തെ തീർക്കാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തലേക്കും തലേ ദിവസം ഹൽദി ഫംഗ്ഷൻ ഒക്കെ തലേക്കും തലേ ദിവസം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഉറങ്ങുന്ന സമയം എല്ലാം കൂടി തലേ ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഉറങ്ങുന്ന സമയം ഏതാണ്ട് ഒരു 2 മണിക്കായിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത്. പിന്നെ എത്ര നേരം ഉറങ്ങാനാ? അതുകൊണ്ട് നമ്മുടെ പാരൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഉറങ്ങാനുള്ള അനുവാദം നന്നായിട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, നിങ്ങൾ ഹൽദിക്ക് 2 ദിവസം മുന്നേ വരിക. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് അടിച്ചു പൊളിച്ച് ഓക്കെ ചെയ്യണം, ഫംഗ്ഷൻ നടത്തിക്കൊള്ളണം, എല്ലാം അടിപൊളിയാക്കിക്കൊള്ളണം. ഇപ്പം നമ്മളിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മോളുടെ കാര്യം തന്നെയാണെങ്കിലും അവള് കല്യാണത്തിന്റെ തലേ ദിവസമായിരുന്നു അവൾക്ക് എല്ലാ ഫംഗ്ഷനും, ഹൽദിയും പിന്നെ മൈലാഞ്ചി എല്ലാം തലേ ദിവസമായിരുന്നു. അപ്പോൾ ആ കുട്ടി ഉറങ്ങാൻ കിടന്നപ്പോൾ തന്നെ 1-1:30-2 മണിയായി. അപ്പോൾ രാവിലെ ഞങ്ങൾക്ക് മേക്കപ്പിന് വന്നപ്പോൾ തന്നെ ലേറ്റായിട്ടാണ് വന്നത് അവള്. പക്ഷേ വന്ന് അവൾക്ക് ഞങ്ങൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൾക്ക് തലകറക്കം വന്ന്, പിന്നെ ഞങ്ങൾ പ്രഷർ കുറഞ്ഞു പോയി, പിന്നെ ഉപ്പിട്ട് നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് ഓക്കെ ആക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ കൊച്ചിനാണെങ്കിൽ തിരുവനന്തപുരം വരെ പോവേണ്ട, കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോവേണ്ട കുട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദൂരെ പോകുന്ന കുട്ടികൾ മാക്സിമം തലേ ദിവസത്തെ ഫംഗ്ഷൻ എല്ലാം തലയ്ക്കും തലേ ദിവസമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും, ഭയങ്കര ബുദ്ധിമുട്ട് വരും. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പാരൻസ് ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ ബ്രൈഡും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാരൻസ് എല്ലാം അവരെ നന്നായിട്ട് കെയർ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികൾ വല്ലാണ്ട് ടയേർഡായി, എനിക്കങ്ങ് ഭയങ്കര സങ്കടം വന്നു ഈ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് തന്നെ. അപ്പം ഈ മോളുടെ കല്യാണമാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് തിരുവനന്തപുരത്ത് പോകണം. അപ്പം പോയി കുഴപ്പമൊന്നുമില്ല, എല്ലാം മംഗളമായിട്ട് നടന്നു, ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പിന്നെ കെട്ടാൻ പോകുന്ന ആളും ഞങ്ങളുടെ ഇവിടെ തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. പുള്ളി ഉണ്ടായിരുന്നു, തലകറക്കമൊക്കെ വന്നപ്പോൾ പുള്ളി കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് മാറി, കുഴപ്പമൊന്നുമില്ല, വെള്ളമെല്ലാം കൊടുത്ത് ഓക്കെ ആക്കി. അപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡിനോട് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾ മാക്സിമം നേരത്തെ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കണം. ഫംഗ്ഷൻ എല്ലാം കൂടി തലേ ദിവസം വെക്കരുത്. നമ്മൾ ഓർക്കും എളുപ്പത്തിനെല്ലാം കൂടെ ഒറ്റ ദിവസം വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ലാണ്ടൊക്കെ നടന്ന്, പിന്നെ തലേ ദിവസം ഈ മോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ടിരുന്ന ആളാണ്. തലേ ദിവസം മേക്കപ്പും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പിന്നെ കല്യാണത്തിന്റെ മേക്കപ്പും എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഇവിടെ തന്നെയായിരുന്നു സേവ് ദ ഡേറ്റിന്റെ മേക്കപ്പും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. പയ്യൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നാണ് സേവ് ദ ഡേറ്റ് എല്ലാം ചെയ്തത്. അതിന്റെ മേക്കപ്പും എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ ചെയ്തത്. 2 പേർക്കും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി പയ്യനും അടിപൊളി പെങ്കൊച്ചുമാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം പാരൻസ് ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടിയെ നേരത്തെ കിടത്തി ഉറക്കാനുള്ള എല്ലാം ഒരുക്കി കൊടുക്കുക. ഫ്രണ്ട്സുമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാൻ ഒരുപാട് സമയമുണ്ട്. പക്ഷേ നിങ്ങൾ കല്യാണത്തിന് തലേ ദിവസം ഉറക്കം ഒഴിഞ്ഞ് ഒന്നും സംസാരിക്കണം. കസിൻസ് ഒക്കെ വരും, അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും നന്നായിട്ട് ഉറങ്ങുക. ഓക്കെ. താങ്ക് യു സോ മച്ച്. ബൈ.